നമസ്കാരം ഡോക്ടർ ബിജോയ്. നമസ്കാരം. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ആയുർവേദിക് റിസർച്ച് സെൻറ്ററിൽ അങ്ങ് പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡോക്ടറുടെ ഒരു ചികിത്സയിൽ ഭാഗഭാക്കാകുകയുണ്ടായി. അപ്പം അന്ന് മുതൽ നമുക്ക് പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഇന്ന് പല ചികിത്സാ രീതികളും പ്രാബല്യത്തിലുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ഒരു കാലമാണിത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ നമുക്ക് ഒരു രോഗം വന്നാൽ അത് ഏത് രോഗമായാലും എങ്ങനെയാണ് നമ്മൾ ആയുർവേദമാണോ അലോപ്പതിയാണോ അതോ ഹോമിയോ ആണോ അതോ മറ്റേതെങ്കിലും ചികിത്സാ രീതിയാണോ സ്വീകരിക്കേണ്ടതെന്ന് ഒരു സാമാന്യമായ ഒരു അറിവ് നമുക്ക് എങ്ങനെ ലഭിക്കും? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു രോഗിയുടെ വിഷമഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു മാർഗനിർദ്ദേശം, ഏത് ചികിത്സാ പദ്ധതിയിലേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെയാണ് അങ്ങ് ഗൈഡ് ചെയ്യുന്നത്? ചികിത്സ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അക്യൂട്ട് കേസ് എന്നും ഒന്ന് ക്രോണിക് കേസുകളെന്നും പറയും. അക്യൂട്ട് കേസുകളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആക്സിഡൻറ്റ്, വാഹനാപകടം ഉണ്ടായി, ആക്സിഡൻറ്റ് ഉണ്ടായി, രക്തം വാർന്നു പോയി, ഓക്സിജനൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് അവിടെ ടെക്നോളജി അപ്ലൈ ചെയ്യണം, മനസ്സിലായത്. അതുപോലെ തന്നെ സർജറി വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് അലോപ്പതിയാണ് നല്ലത്, മോഡേൺ ചികിത്സകൾ നല്ലതാണ്. പക്ഷേ ക്രോണിക് കേസുകളെന്ന് പറയും, ഇപ്പോൾ കുറേ കാലം കൊണ്ട് വയറ്റിന് അസുഖമുണ്ട്, എൻഡോസ്കോപ്പി ചെയ്ത് എല്ലാം ചെയ്ത് നോക്കി ഒരുപാട് മരുന്ന് കഴിച്ച് മാറുന്നില്ല. പക്ഷേ ആ കേസുകൾ ആയുർവേദം കൊടുക്കുമ്പോൾ അവൻ്റെ അഗ്നിദീപ്തി വർദ്ധിക്കുകയും ഈ IBS എന്നൊക്കെ പറയുന്ന രോഗങ്ങളുണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും, അതിനൊക്കെ കൂടുതൽ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നത് ആയുർവേദ ചികിത്സകളാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ സഹോദര ശാസ്ത്രങ്ങളാണ് സിദ്ധ ചികിത്സ, മർമ്മ ചികിത്സ, ഇങ്ങനെയൊക്കെ വിഷയ ചികിത്സ, ഇങ്ങനെ 8 അംഗങ്ങളുണ്ട്. അത് ഓരോന്നും നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് അവയവത്തെ മാത്രം തിരിച്ചുള്ളതല്ല. ഇപ്പം നമ്മൾ അവയവം തിരിച്ചുള്ള ചികിത്സകളല്ലേ കൂടുതൽ കണ്ടുവരുന്നത്. ഹാർട്ടിന് ഒരു ഡോക്ടർ എന്ന് പറയുന്നത്, അത് സർജറിക്കാണ് അത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ രോഗങ്ങളും അതിൻ്റെ തിയറി മനസ്സിലാക്കി ചെയ്യുന്നതാണ് മെഡിസിൻ കൊണ്ട് സുഖപ്പെടുന്നതിന് നല്ലത്. മെഡിസിൻ കൊണ്ട് സുഖപ്പെടുത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അത് സുഖപ്പെടും. അപ്പോൾ അതായത് ഒരു രോഗം നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണോ അതോ എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പോൾ അവയവത്തെക്കുറിച്ചും അതുപോലെ തന്നെ, അതായത് ഇപ്പം സ്റ്റെൻറ്റ് വെപ്പ് ഉണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്കൊക്കെ വരുന്നവർക്ക്. അത് 8 ബ്ലോക്കുള്ള ഒരാൾക്ക് ഇതുപോലെ സർജറി ചെയ്യാൻ പറ്റില്ല. അന്ന് സ്റ്റെൻറ്റ് വെപ്പില്ല, ഈ ബൈപ്പാസേ ഉള്ളൂ. അപ്പോൾ 8 ബ്ലോക്കുണ്ട്. അപ്പോൾ അത് ഉടനെ ബൈപ്പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അന്നേരമാണ് എന്നെക്കുറിച്ച് പത്രത്തിൽ പിന്നെ ആയുർവേദിക് ഡ്രഗ് ബീറ്റ്സ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞ് ന്യൂസ് വടക്കേ ഇന്ത്യൻ പത്രങ്ങളിലും ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വന്നായിരുന്നു. അത് കണ്ട് NS ദേവ് എന്നും പറഞ്ഞൊരാൾ എന്നെ സമീപിച്ചു. അപ്പോൾ അയാൾക്ക് ഞാൻ മെഡിസിൻ കൊടുത്തിട്ട് കാർഡിയോളജിനെ കൊണ്ട് പരിശോധിച്ചോളാൻ പറഞ്ഞു. അത് പല ഭാഗത്തായിട്ട് ശരീരത്തിൽ ബ്ലോക്കുകൾ വന്നതാണ്. അല്ല, ഹാർട്ടിലെ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആയതായി. കൊറോണറി ആർട്ടറി തന്നെ 8 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സർജറി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ സമീപിച്ച് ഞാൻ മെഡിസിൻ കൊടുത്തിട്ട് ഓരോ മാസവും കാർഡിയോളജിനെ കൊണ്ട് പരിശോധിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മെഡിസിൻ കഴിക്കുന്ന കാര്യമൊന്നും അവരുടെ പറയണ്ട, അവരുടെ മരുന്ന് തന്നെ കഴിക്കുന്നതായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാര്യം അവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല. ഇത് കഴിക്കുന്നു പറയുമ്പോൾ ചിലപ്പം വഴക്ക് പറഞ്ഞെങ്കിലോ എന്ന് കരുതി അത് പറഞ്ഞത്. അങ്ങനെ ഇത് കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് റിമാർക്കബിൾ ചേഞ്ചസ് വന്നതായിട്ട് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ സർജറിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ആ ഒരു അനുഭവം നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഈ സർജറി ചെയ്യണമെന്ന് വിധിക്കുന്ന പല കേസുകളും നമുക്ക് മെഡിസിൻ കൊണ്ട് സുഖപ്പെടുത്താം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് മെഡിസിൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് ആയുർവേദത്തിൽ അതിന് സ്പെഷ്യൽ ഔഷധങ്ങളുണ്ട്, സിദ്ധത്തിലുണ്ട്, മർമ്മ ചികിത്സയിലുണ്ട്. അതിനെ യോജിപ്പിച്ചും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നാൽ കൂടുതൽ ഫലപ്രദം. സഹകരിച്ച് ചെയ്യണം. പല സഹോദര ശാസ്ത്രങ്ങൾ സഹകരിച്ച് ചെയ്യുക എന്ന് പറയും. അപ്രോച്ചാണ്. അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. അപ്പോൾ പക്ഷേ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞൂടല്ലോ. ജനങ്ങൾക്ക് ഏതെല്ലാം യോജിപ്പിച്ച് ചെയ്യുന്ന ആളാണെന്നൊന്നും ജനത്തിന് അറിഞ്ഞൂടാ. അപ്പോൾ ചികിത്സയിൽ 1-ാം സ്ഥാനം ചികിത്സകനാണ്. 4 പാദങ്ങളുണ്ട്. 1-ാമത്തെ പാദത്തിൽ വൈദ്യനാണ് പ്രാധാന്യം, ചികിത്സകന്. 2ാമത് പിഷക്ക് എന്ന് പറയും, പിഷക്കാണ് വൈദ്യൻ. പിന്നെ മരുന്നിനാണ് പ്രാധാന്യം, ദ്രവ്യം എന്ന് പറയും. പിന്നെ അതിനെ രോഗിയുടെ പരിചരിക്കുന്ന ആൾ, അതിനെ കൊണ്ടുവരുന്ന ആളൊക്കെ ഉണ്ടല്ലോ, അവർ ബന്ധുക്കളും, അവർക്ക് പ്രാധാന്യമുണ്ട്. പിന്നെയാണ് രോഗിക്ക് സ്ഥാനം. കാര്യം ഒരാൾ രോഗാവസ്ഥയിൽ കിടക്കുമ്പം ബന്ധുക്കളോ മറ്റുള്ളവരൊക്കെ ആണല്ലോ ഡിസിഷൻ എടുക്കുന്നത്. മറ്റേ ആളിൽ ചിലപ്പം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ 4 കൂട്ടം കാര്യങ്ങളും യോഗ്യതയുള്ളതാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു ചികിത്സ. ഡോക്ടർ,
പിന്നെ മെഡിസിൻ നല്ല മെഡിസിൻ ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ രോഗിയെ കൊണ്ടുവരുന്ന ആളിന് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ രോഗി അതിന് പണ്ട് നമ്മൾ ദൂതൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ബൈസ്റ്റാൻഡർ എന്ന് പറയും, പരിചാരകൻ എന്ന് പറയും, ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിലും പറയാതെ. അപ്പോൾ അവർക്കും കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഈ പരിചാരകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബന്ധുക്കൾക്കെന്ന് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഏത് കേസ് വന്നാലും നമ്മൾ ആക്സിഡൻറ്റ് വന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് തന്നെ ആയിരിക്കും മറ്റ് രോഗങ്ങൾക്കുള്ള ചികിത്സ. അതായത് ക്രോണിക്കായിട്ടുള്ള തനിയെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും അവിടെ തന്നെ ആയിരിക്കും ചികിത്സ എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ മെഡിസിൻ്റെ ഭാഗം വളരെ വീക്കാണ് ആ ഒരു ഘട്ടത്തിൽ. കാരണം ഞങ്ങൾ അമ്മയുടെ ഒരു അനുഭവമുണ്ട്. ഒരു ഉപ്പൂറ്റി വേദന വന്നു, അതിന് മെഡിസിൻ കഴിച്ചപ്പോൾ നാക്കിലെ തൊലി പോയി. പിന്നെ മെഡിക്കൽ കോളേജിലെ സ്കിന്നിൻ്റെ ഡോക്ടർ ചികിത്സിച്ച് അന്നേരം ഉണ്ട് ദേഹത്തെ തൊലി മൊത്തം പുള്ളികളായിപ്പോയി. ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അവസാനം അവർക്ക് തുണി കൊടുക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ, അത് കിടന്ന് മരിക്കുകയും ചെയ്തു. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അന്ന് എർഗാപെറിൻ എന്ന് പറഞ്ഞൊരു ഗുളിക ആണ് പെയിൻ കില്ലറായിട്ട് കൊടുത്തത്. അതിന് കഴിച്ച് ബോൺമാരോ ഡിപ്രഷൻ ഉണ്ടായി. അങ്ങനെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട് പെംഫൈഗസ് എന്ന് പറയുന്നത്, അതിന് ആയുർവേദത്തിൽ അഗ്നികുസർപ്പം എന്ന് പറയുന്നത് അസാധ്യ രോഗം, അത് വന്നാൽ പിന്നെ രക്ഷപ്പെടത്തില്ല. അങ്ങനെ കിടന്ന് മരിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം ഇപ്പോഴാണെങ്കിൽ ആ ഉപ്പൂറ്റി വേദന നമ്മൾ 2 ആഴ്ച അല്ലെങ്കിൽ കൂടി പോയാൽ 10-20 ദിവസം ആവല്ലോ, ഒരു മാസത്തിനകത്ത് മരുന്ന് കൊടുത്ത് സുഖപ്പെടുത്തും. ഇവിടെ പൊതുവായിട്ട് ഏതെല്ലാം അപ്പോൾ ഈ ആയുർവേദത്തിൽ ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നമ്മൾ എങ്ങോട്ടായാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പെട്ടെന്ന് ഓടുന്നത്. അതായത് ഒരു ടെക്നോളജിയും സർജറിയും ഉപയോഗിച്ച് ചെയ്യേണ്ടതിനാണെങ്കിൽ അലോപ്പതിയെ സമീപിക്കുന്നതാണ് നല്ലത്. മെഡിസിൻ കൊണ്ടും അതിൻ്റെ പിന്നെ ഒരു ശാസ്ത്രീയത കൊണ്ടും അതിനെ പൂർണ്ണമായി മാറ്റുന്നതിന് ആയുർവേദ സിദ്ധ അങ്ങനെയൊക്കെയുള്ള ചികിത്സകളാണ് നല്ലത്. ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒന്ന് ഇപ്പം നമ്മൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പം നമുക്കൊരു റോഡ് ആക്സിഡന്റോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മറ്റേ എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെച്ച് കെട്ടണോ, അതിനൊരു ടെക്നിക്കലും അതിൽ സർജിക്കലും ഒക്കെ അപ്രോച്ച് ഉണ്ട്. യാന്ത്രികമായിട്ടുള്ളതിനാണ് പ്രാധാന്യം അവിടെ കൂടുതൽ. മനസ്സിലായി? ഇത് മെഡിസിനും തിയറിക്കുവാ പ്രാധാന്യം. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ കാലപ്പഴക്കമുള്ള എന്തെങ്കിലും നമ്മളെ അലട്ടുന്ന ഒരു അസുഖം, അത് ഉദാഹരണത്തിന് ഹൈദരാബാദിലുള്ള ഒരാളാണ്, അയാൾക്ക് അൾസറൈറ്റീവ് കൊളൈറ്റിസ് 10 കൊല്ലമായിട്ട് ഗാസ്ട്രോയിലെ ഡോക്ടർമാർ എൻഡോസ്കോപ്പിയും ഒരുപാട് ടെസ്റ്റും ഗുളികളും മരുന്നും എല്ലാം കൊടുത്തിട്ട് മാറുന്നില്ല. ഞാൻ അങ്ങനെ എൻ്റെ അടുക്ക് ചികിത്സിക്കാനായിട്ട് ഇനി അവിടുന്ന് ഇനി വരാമെന്ന് സമ്മതിച്ചതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാതെ എന്തോ സംഭവം എന്നുള്ളത് മനസ്സിലായി, ഞാൻ മരുന്നങ്ങ് അയച്ചു തരാം, നിങ്ങൾക്ക് അത് 1 മാസം കൊണ്ടങ്ങ് സുഖമാവും എന്ന് പറഞ്ഞു. അയാൾക്ക് മരുന്ന് അയച്ചു കൊടുത്ത് അയാൾക്ക് അങ്ങ് സുഖമാവുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? കാര്യം ആ ശാസ്ത്രത്തിൽ ഇന്ന കാര്യങ്ങളില്ല, അതുകൊണ്ട് കുഴപ്പം കൊണ്ടാണ് ഈ രോഗം മാറാത്തതെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു തീപ്പെട്ടിക്കകത്ത് 10 കമ്പുണ്ട്, അത് 9 കമ്പും അങ്ങ് എടുത്ത്, പിന്നെ കാണാതെ അമ്മ കറിഞ്ഞൂടെ ഇനി എന്തുവാ അതിനകത്തുള്ളതെന്നുള്ള ഒരു കമ്പേ ഉള്ളൂ. അതുപോലെ ആ ശാസ്ത്രത്തിന് പറ്റാത്ത ഏതാണെന്ന് ഇതിനകത്ത് അതുകൊണ്ട് ഏതാ ഉതകുന്നതെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് മെഡിസിനും ശാസ്ത്രത്തിനുമാണ് തിയറിക്കുമാണ് അവിടെ പ്രാധാന്യം. അങ്ങനെയുള്ളതിനൊക്കെ ആയുർവേദം സിദ്ധത്തിൽ പ്രാഗൽഭ്യമുള്ളവരെ കൊണ്ട് ചികിത്സിക്കണം. അത് അറിഞ്ഞൂടാത്തവരെ ചികിത്സിച്ചാൽ ഫലിക്കത്തും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചികിത്സയിലെ 1ാം സ്ഥാനം വൈദ്യനാണ്. ആ പാദം ദക്ഷസ്ഥീർഥാർത്ഥ ശാസ്ത്രാർത്ഥോ ദൃഷ്ടികർമ്മ ശുചിർ ഭിഷക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭിഷക്കിന് ശാസ്ത്രത്തിൽ നല്ല അപകടം ആയിട്ടുള്ള അറിവും പ്രായോഗിക പരിജ്ഞാനമുള്ള ആളായിരിക്കണം, ദക്ഷനായിരിക്കണം. ദക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റു ശാസ്ത്രങ്ങളെക്കുറിച്ചും കൂടെ ഒരു ധാരണയുള്ള ആളായിരിക്കണം, ഒരു ശാസ്ത്രം മാത്രമല്ല. ആയുർവേദത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുർവേദം പഠിക്കുന്നപ്പം മോഡേൺ സയൻസും പഠിക്കുന്നുണ്ട്, ആയുർവേദവും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിനെയും കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. അതേസമയം മറ്റ് ശാസ്ത്രങ്ങളിൽ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല. അവരതുകൊണ്ട് പറയുന്നത് കാട്ടിയാധികാരമുണ്ടാക്കിയതാ, ഇത് അശാസ്ത്രീയന്നൊക്കെ ഇങ്ങനെ ഈയിടെയായിട്ടൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇഷ്ടംപോലെ ആയുർവേദ ഡോക്ടർമാരും ഉണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ ആരെയും താഴ്ത്തി കെട്ടുകയോ ഒന്നുമല്ല, എങ്കിലും എൻ്റെ അനുഭവത്തിൽ തന്നെ ഞങ്ങൾ ഒരു ഡോക്ടറെ ആയുർവേദത്തിൽ നിന്ന് കാണിച്ച് എൻ്റെ അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരുന്ന്, ഒരു കാലുപരിപ്പിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് പനി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ്, അയ്യോ ഇതിനി വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ നമ്മൾ രോഗിയെ കൊണ്ടുപോകുന്ന ആളിൻ്റെയും മാനസികാവസ്ഥ വളരെ വിഷമമാണ്. ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ 100 ഡോക്ടർമാരുണ്ടെങ്കിൽ 100 പേരുടെയും അറിവും അവരുടെ കഴിവും ഒരുപോലെ ആയിരിക്കത്തില്ല. അത് വളരെ വേരിയേഷൻ ഉണ്ടാവും. അതേസമയം അലോപ്പതിയെ സംബന്ധിച്ചുള്ള 100 പേർക്കും ഏകദേശം 90% സാമ്യത ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാസ്ത്രം വളരെ വ്യാപിച്ച് കിടക്കുന്നതും
ചിലർക്ക് ആയുർവേദത്തിൽ മാത്രമേ പ്രാഗൽഭ്യം കാണൂ, സിദ്ധ ചികിത്സ അറിഞ്ഞുകൂടായിരിക്കും, മർമ്മ ചികിത്സയിൽ പ്രാഗൽഭ്യം കാണത്തില്ല, വിഷ ചികിത്സയെ കാണത്തില്ല, ചിലതിന് ഇതെല്ലാം യോജിപ്പിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇത് യോജിപ്പിച്ച് ചെയ്യുന്ന ആര്, യോജിപ്പിക്കാതെ ചെയ്യുന്ന ആരെന്നൊന്നും ജനത്തിന് അറിഞ്ഞൂടല്ലോ. പിന്നെ ചെയ്ത് പരിചയം വരുമ്പോഴേ അവരെ തിരിച്ചറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആയുർവേദം പഠിച്ചിറങ്ങുന്നവർക്ക് ഇതിലെല്ലാത്തിലും എല്ലാത്തിലും പിന്നെ വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ചില കാര്യങ്ങളിൽ മാത്രമേ ധാരണ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിന് പറ്റാത്ത ഒരു രോഗം കൊണ്ട് ചെന്നാൽ അവർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലായില്ലേ? അത് ആര് ഏതിലൊക്കെ പ്രാഗൽഭ്യം നേടിയെന്ന് അവരവർ വെളിപ്പെടുത്തുകയും അവരുടെ കഴിവനുസരിച്ച് അവർ ചെയ്ത് തെളിയുകയും ജനങ്ങൾ പറഞ്ഞറിഞ്ഞും ഒക്കെ തന്നെ അത് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. ഇപ്പം വക്കീലായാലും പാട്ടുകാരായാലും എല്ലാത്തിലും നല്ല പിന്നെ പ്രാഗൽഭ്യം നേടിയവരും ഇല്ലാത്തവരും ഇല്ലേ? അതെ അതെ. അതേപോലെ തന്നെ ഈ ഫീൽഡിലും. അല്ല, ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിലും ഇപ്പം ഡോക്ടറെ വന്ന് ഇവിടെ എൻ്റെ അച്ഛനെ ചികിത്സ ചെയ്ത് മാറാത്ത ഒരു ത്വക്ക് രോഗം, അതായത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് അത് ഒരു 80% മാറത്തോളം എന്ന് പറഞ്ഞ് വിഷമിച്ചൊരവസ്ഥയിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ എൻ്റെ അച്ഛൻ ആ അസുഖം സ്കിൻ ഡിസീസ് പൂർണ്ണമായും മാറിയൊരു അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും അനുഭവം ഇല്ലാത്തൊരാൾ ഇങ്ങനെയാണ് ഒരു ആയുർവേദ ഡോക്ടറെ, ഏത് ആയുർവേദ ഡോക്ടറാണ് നമുക്ക് ഏറ്റവും ഗുണം എന്ന് മനസ്സിലാക്കി അത് അനുഭവം ഉള്ളവരുടെയൊക്കെ ചോദിച്ച് മാർഗ്ഗമേ മാർഗമുള്ളൂ. മാറിയവരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എവിടെ പോയിട്ടാണ് നിങ്ങൾക്ക് മാറിയത്. മാത്രമല്ല ഡോക്ടർക്ക് ഇവിടെ യാതൊരു പരസ്യങ്ങളോ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു വിഷമമുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് ബാംബു സ്പെയിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് ചിത്രയിലൊക്കെ കാണിച്ചപ്പോൾ ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ എങ്ങനെ അറിഞ്ഞു ഇവിടെ വന്നത്? അതൊരു ഫ്രണ്ട് പറഞ്ഞ് തന്നെ അതേപോലെ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞറിയേ നിവൃത്തിയുള്ള ജനങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തും പഠിച്ചും ആരാണ് പ്രാഗൽഭ്യമുള്ളവരെന്ന് അവർ കണ്ടുപിടിച്ച് അവരെ സമീപിച്ച് രക്ഷപ്പെട്ടോണം. അതേ ഉള്ള മാർഗം. യോഗ്യതയുള്ളവർ എത്തിച്ചേരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ ഇതിനെന്ന് പറയുന്നത് ഈ ശാസ്ത്രം മറ്റ് ശാസ്ത്രമായിട്ട് വ്യത്യാസമുണ്ട്. ഇതൊരു ഭൗതിക ശാസ്ത്രം മാത്രമല്ല, ആയുർവേദം എന്ന് പറയുന്നത് ഒരു ആത്മീയ ശാസ്ത്രം കൂടാണ്. അത് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ പരമസത്യം അല്ലെങ്കിൽ പരമമായ ശാസ്ത്രത്തെ ഒറ്റ വാക്കിൽ പറയുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എല്ലാം കൂടെ വിശദീകരിക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് പരമമായ സത്യത്തെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അത് പിന്നെ വിശദീകരിച്ച് വരുമ്പോഴേ അതിൻ്റെ തത്വങ്ങൾ പിടികിട്ടി വരത്തുള്ളൂ. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നതായിട്ട് പറയുന്നത്. ആത്മാവെന്ന് പറയും, മനസ്സിലായില്ലേ? ഈശ്വരൻ എന്ന് പറയും, ബോധം എന്ന് പറയും, പിന്നെ ദൈവം എന്ന് പറയും, ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലും കവിഞ്ഞ് നിൽക്കുന്നതാണ് ദൈവം. അപ്പം നമുക്ക് 9 ദ്രവ്യങ്ങളാണ്: പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, കാല, ദിക്ക്, ആത്മ, മനം. അപ്പം മനസ്സ് ഉണ്ടാകുന്നത് ആത്മാവിൽ നിന്നാണ്. ആത്മാവിലൊരു സങ്കല്പം ഉണ്ടാകുമ്പോഴാണ് മനസ്സുണ്ടാകുന്നത്. ആ മനസ്സുണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം അതിനനുസരിച്ച് നമ്മളുണ്ടാകും. ഇപ്പോൾ വീട് വേണമെന്ന് സങ്കല്പിക്കുമ്പോഴല്ലേ നമ്മൾ വീടുണ്ടാക്കുന്നത്, കാറ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സങ്കല്പം ഇടുമ്പോഴല്ലേ നമ്മൾ കാറ് മേടിക്കുന്നത്. അതേപോലെ സങ്കല്പങ്ങളാണ് അതെല്ലാം. അപ്പോൾ അത് മനസ്സിൻ്റെതാണ്. മനസ്സിലായില്ലേ? സങ്കല്പം ഇല്ലെങ്കിൽ മനസ്സില്ല. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള ദ്രവ്യങ്ങളും വന്ന് ഈ പിന്നെ വെള്ളവും വായുവും ഭൂമിയും തീയും എല്ലാം ഉണ്ടായിട്ട് അത് ഈ 2 വിധം ചേർത്ത് ജീവശരീരത്തിൽ നിൽക്കുമ്പോഴാണ് അതിന് വാതപിത്ത കഫങ്ങളെന്ന് പറയും. മനസ്സിലായില്ലേ? അതൊന്നുകൂടെ വിശദീകരിക്കാമോ? അതായത് ഇപ്പം നമ്മൾ കസേരയ്ക്കകത്തുള്ള പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പം അതിനകത്ത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം വരെ ഉണ്ട്. പക്ഷെ മനുഷ്യ ശരീരത്തിൽ വരുമ്പം അത് വാതപിത്തങ്ങളായിട്ടാണ്. കാര്യം അതിന് ജീവനുള്ളതാണ്. ജീവനുള്ള ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ജൈവ സ്വഭാവത്തിലുള്ള, നമ്മൾ കെമിസ്ട്രി തന്നെ കാർബണിക ഓർഗാനിക് കെമിസ്ട്രി അല്ലാതെ കെമിസ്ട്രി ഉണ്ടല്ലോ. അപ്പം ഓർഗാനിക് എന്ന് പറയുമ്പോൾ ജീവനോട് ഇണങ്ങി നിൽക്കുന്നതാണ്. അതേപോലെ ജീവനോട് ഇണങ്ങി നിൽക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന 3 പ്രവർത്തന മേഖലകളാണ്, ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ നിർത്താനുള്ള 3 തത്വങ്ങളാണ് വാദം, പിത്തം, കഫം എന്ന് പറയുന്നത്. അതിൽ വാദം ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് കൈനറ്റിക് ഫോഴ്സായിട്ട് നമ്മുടെ ശരീരത്തെ ശ്വസനം, ചലനം അങ്ങനെയുള്ളതെല്ലാം വാദത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. പിന്നെ ദഹനം, അതിനുള്ള ചൂട്, അഗ്നി, എൻസൈംസ്, അതെല്ലാം പിത്തത്തിൻ്റെത്. ശരീരത്തിന് ഇതിനെല്ലാം ലയിപ്പിച്ച് നിൽക്കണമെങ്കിൽ ജലമാണല്ലോ ശരീരത്തിൽ 70%. അപ്പോൾ അത് ലയിപ്പിച്ച് നിർത്തി പ്രവർത്തിക്കുന്നതിനെ കഫം എന്ന് പറയും. ഇതിനെ സന്തുലിത അവസ്ഥയിൽ നിൽക്കുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഇപ്പം വാദം വർദ്ധിക്കുകയാണെങ്കിൽ പെയിൻ കൂടും, പിത്തം വർദ്ധിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടും, കഫത്തിൻ്റെ വർധനവിൽ നീരുണ്ടാവും ശരീരത്തിന്. അപ്പോൾ ഇത് കണ്ട് ഈ ലക്ഷണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേക ലാബിലെങ്ങും പോകണ്ട. ഈ ലക്ഷണം കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ക്രോഡീകരിച്ച് തന്നിരിക്കുകയാണ് ഋഷിമാർ.
അപ്പോൾ നമ്മൾ പിന്നെ ഒരാളെ യൂറോപ്യനാന്ന് പറയും, ഒരാൾ ഏഷ്യനാന്ന് പറയും, ഒരാൾ ആഫ്രിക്കനാന്ന് പറയും. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന ഭാഗത്തുള്ള ഇന്ന ലക്ഷണമാണ്. കണ്ടില്ലെങ്കിലും നമുക്കറിയാം ആഫ്രിക്കനാണെങ്കിൽ ഇന്ന രൂപമായിരിക്കും, സായിപ്പിനാണെങ്കിൽ ഇന്ന രൂപമായിരിക്കും. അതേപോലെ വാതപിത്ത കഫങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഏത് ദോഷമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, ഏത് കുറഞ്ഞു നിൽക്കുന്നു അറിയാം. അപ്പോൾ ഇതിനെ സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതാണ് ചികിത്സ എന്ന് പറയുന്നത്. ശരീരം അതിനുവേണ്ടി ശ്രമിക്കും, പക്ഷേ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ മരുന്ന് രൂപത്തിൽ കൊടുക്കണം. അപ്പോൾ ആ മരുന്നിനെ അതെടുത്ത് വീണ്ടും വേറൊരു മരുന്നാക്കും. അത് ദഹനരസങ്ങളും കൂടെ ചേർന്നിട്ട് രസത്തെ വിഭാഗരസമാക്കി മാറ്റും. വൈദ്യൻ കൊടുക്കുന്ന മരുന്നിനെ ശരീരം വീണ്ടും ഒന്നും കൂടെ സംസ്കരിച്ചൊരു വീണ്ടും ഒരു മരുന്നാക്കും. അതാണ് വിഭാഗരസം എന്ന് പറയും. മനസ്സിലായല്ലോ? നമ്മളിപ്പം ഗ്ലൂക്കോസ് തന്നെ ശരീരത്തിന് ഒരു സെൽഫ് ഹീലിംഗ് പവർ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ബാലൻസ് പോയി കിടക്കുന്ന സമയത്ത് ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മരുന്ന് കൊടുക്കുക. അതായത് ഇതിൽ ഏത് തരമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയെന്ന് നോക്കിയിട്ട് വാതപിത്ത കഫങ്ങളെ സമീകരിക്കുന്നതിന് ഏത് വേണമെന്ന് നിശ്ചയിച്ച് കൊടുക്കുമ്പോൾ ശരീരം അതിനെ എടുത്ത് അത് സമീകരിക്കും. മനസ്സിലായില്ല? അത് സമീകരിക്കുമ്പോൾ നമ്മൾ കൊടുത്തത് കറക്റ്റാന്ന് നമുക്ക് മനസ്സിലാവും. സമീകരിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും പിശകുണ്ടെന്ന് പിടിയിട്ടും. അങ്ങനെ ആണെങ്കിൽ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കും. അതിന് ഉപശയം എന്ന് പറയും. ഇത് കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. സമയമില്ല, ഇത് പെട്ടെന്നാണ്. ആരും മറ്റേത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ഡെങ്കിയാണോ കൊറോണയാണോ എന്നൊക്കെ എല്ലാം പരിശോധിച്ച് വരണ്ടേ. ആ സ്ഥാനത്ത് നമുക്ക് അപ്പോഴേ തന്നെ ടെമ്പറേച്ചർ കൂടുതൽ ആണെങ്കിലും സംബന്ധമായിട്ടുള്ള പനിയാണെങ്കിലും അതിന് വിഷശമനമായിട്ടുള്ള ഔഷധവും ടെമ്പറേച്ചർ കുറയാനുള്ള ഔഷധങ്ങളും കൊടുക്കും. അപ്പം പെട്ടെന്ന് കുറയും. ഇപ്പം വൈറസിൻ്റെ ആണെങ്കിൽ വൈറസിനെ നശിപ്പിക്കാൻ ആയുർവേദ മരുന്നുകളുണ്ട്. നമ്മളെ ആൻറ്റിബയോട്ടിക് പോലത്തെ മരുന്നുകളുണ്ട്. അത് കൊടുക്കുമ്പോൾ ആ വൈറസുകളെ നശിക്കുകയും വൈറസ് നശിക്കുക എന്ന് മാത്രമല്ല വൈറസിന് ശരീരത്തിൽ പ്രവർത്തിക്കാൻ ഒക്കാത്തൊരവസ്ഥയിലാവും. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ കൊറോണ പോലത്തൊക്കെയുള്ള അസുഖങ്ങൾക്ക് വൈറസിനെ കൊല്ലാനല്ല, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ അല്ലെങ്കിൽ ശരീരത്തിന്റെ പിന്നെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കുന്ന മരുന്നാണ്. നമ്മുടെ ശരീരത്ത് നമ്മൾ കൊടുക്കുന്ന ഔഷധം കൂടാതെ നമ്മളെ ശരീരത്തെ അകത്തും പുറത്തും എല്ലാം നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയസും സൂക്ഷ്മജീവികളും ഉണ്ട്. അപ്പോൾ ആ സൂക്ഷ്മജീവികൾ അടങ്ങിയ ഔഷധങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ സൂക്ഷ്മജീവികളും നമ്മളെ ശരീരത്തിലുള്ള സൂക്ഷ്മജീവികളും കൂടെ ചേർന്നിട്ട് ഈ വൈറസിനെയൊക്കെ നശിപ്പിക്കും. അങ്ങനെയുള്ള മരുന്ന് ആയുർവേദത്തിലുണ്ട്. ആയുർവേദത്തിലാണ് അദൃഷ്ടക്കിനങ്ങൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൃഷ്ടി കൊണ്ട് കാണാനൊക്കാത്തത്. അത് രോമാകൃതിയുള്ളതും ദണ്ഡാകൃതിയിലുള്ളതും വൃത്താകൃതിയിലുള്ളതും ഉണ്ടെന്ന് ബാക്ടീരിയയുടെ ഒക്കെ ഷേപ്പ് തന്നെ അവർ പറയുന്നത്. അപ്പോൾ ഋഷിമാര് ഈ മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലത്ത് ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അപ്പോൾ അതിനർത്ഥം അവർക്ക് ഈ ഉപകരണങ്ങൾക്ക് അതീതമായിട്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അന്യഗ്രഹങ്ങളിൽ നിന്ന് ഈ ഏലിയൻസിനെ പോലുള്ള നമ്മളെക്കായി ഉയർന്ന ശാസ്ത്രവും സാങ്കേതിക വിദ്യ ഉള്ള ഋഷിമാർ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ അവരുടെ കാരുണ്യം കൊണ്ട് മനുഷ്യ നന്മയ്ക്കായിട്ട് ഇവിടെ സംഭാവന ചെയ്തു. അതാണ് പിന്നെ ശരകം ശുശ്രുതമൊക്കെ ആയിട്ട് മാറി, പിന്നെ അഷ്ടാംഗൃതയായിട്ട് മാറിയതും കായചികിത്സ, ബാലചികിത്സ. കായചികിത്സ എന്ന് പറഞ്ഞാൽ ജനറൽ മെഡിസിൻ, ബാലചികിത്സ എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്, കുട്ടികൾക്കുള്ള ചികിത്സ, കായബാല, ഗ്രഹചികിത്സ മാനസികരോഗത്തിൻ്റെ, ഊർധ്വാംഗ ചികിത്സ ENT സംബന്ധമായിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം പ്രത്യേകം തരം തിരിച്ച് തന്നിട്ടുണ്ട്. ശല്യ ചികിത്സ, സർജറി. ശുശ്രുതനാണ് ആദ്യമായിട്ട് ലോകത്ത് സർജറി ചെയ്തത്. ഇത്രയും നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയ്ക്കുള്ളിൽ ഇതെല്ലാം പറഞ്ഞു ഒപ്പിക്കാൻ ഒക്കത്തില്ല, അത്രയ്ക്കും ഗഹനമായ അതുകൊണ്ട് നമ്മൾ കൺക്ലൂഷനിൽ വരേണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജിയും സർജറിയൊക്കെ ചെയ്യേണ്ട രോഗങ്ങൾക്ക് അലോപ്പതി ആശ്രയിക്കുക, മെഡിസിൻ കൊണ്ട് മാറ്റേണ്ട രോഗങ്ങൾക്ക് ആയുർവേദത്തെ ആശ്രയിക്കുക. അതാണ് കൂടുതൽ ശരിയായിട്ടുള്ള ഹെൽത്തി വേ. അല്ലെങ്കിൽ തെറ്റായ ചികിത്സാ ശൈലി രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഡോക്ടർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തെറ്റായ ജീവിതശൈലിയല്ല, തെറ്റായ ചികിത്സാ ശൈലി ഉണ്ടെന്ന് എന്നാണ് ഇപ്പം രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് തന്നെ ആവശ്യമില്ലാത്ത ഗുളിക കൊടുത്ത് അവർക്ക് ബോൺമാരോ ഡിപ്രഷൻ ഉണ്ടായ അവർ മരിക്കേണ്ടതായിട്ട് വന്നു. അത് തെറ്റായ ചികിത്സാ ശൈലിയല്ലേ? അത് മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു അന്തിമമായ വാക്കൊന്നുമല്ല. മനസ്സിലായേ? മെഡിക്കൽ കോളേജിലൊക്കെ അത് എത്രയോ കേസുകൾ നമുക്ക് ആയുർവേദത്തിൽ സൂപ്പെടുത്താൻ ഒക്കുന്നുണ്ട്. ആയുർവേദത്തിൽ സൂപ്പെടുത്താതെ പലരും മെഡിക്കൽ കോളേജിൽ പോയിട്ടും സൂപ്പെടും. അപ്പോൾ അത് ഏതൊക്കെ അങ്ങനെ വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ, സമൂഹം തിരിച്ചറിയണ്ടേ? അല്ല ഒന്നിനൊന്ന് വലുതാണെന്ന് ചെറുതാണെന്ന് പറഞ്ഞ് വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങളറിയണം ഏതിന് മെച്ചമൊന്നും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. ഏത് രോഗത്തിന് ഏത് ചികിത്സകളാണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. അല്ല അവയവം തിരിച്ച് ചികിത്സിക്കുന്നത് തന്നെ ശാസ്ത്രീയമല്ല, അത് സർജറിക്ക് വേണ്ടി അവയവം തിരിച്ച് ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാലം, ഇപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മകളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരാണെങ്കിൽ ലിവർ
പകുത്ത് കൊടുക്കുക, കിഡ്നി മാറ്റി വെക്കുക, ഇങ്ങനെ അവയവ മാറ്റങ്ങളുടെയൊക്കെ കാലമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതിലേക്ക് അത് മെഡിസിൻ ചികിത്സ ശരിയാവാത്തത് കൊണ്ട് അവയെ അവസാനം മാറ്റി വയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ നമ്മുടെ ഈ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബോർഡിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു ആരോഗ്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചുള്ള ഒരു ഫിഗർ കാണുന്നുണ്ട്. അതുകൂടെ ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ചികിത്സ ലക്ഷണ ചികിത്സയുണ്ട്, ശുദ്ധ ചികിത്സയുണ്ട്. മനസ്സിലായോ? അതിൽ ഈ ലക്ഷണ ചികിത്സ എന്ന് പറഞ്ഞാൽ സിംറ്റംസ് മാത്രം കുറയും, രോഗം ക്രമേണ വളരുകയും ചെയ്യും. അതിനെ തുടർന്ന് ഒന്നിലധികം രോഗം ഉണ്ടാവും. അതേസമയം ശുദ്ധ ചികിത്സ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ശുദ്ധി ചെയ്യുന്ന വമനം, വിരേചനം, നസ്യം അങ്ങനെയൊക്കെയുള്ള പഞ്ചകർമ്മങ്ങൾ ചെയ്ത് ശരീരത്തെ ശുദ്ധിപ്പെടുത്തും. പിന്നീട് ശമനൌഷധം കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ഒരു അഴുക്കായ ഒരു ഷർട്ട് അത് നമ്മൾ പൗഡർ ഇട്ട് തേച്ച് മടക്കി അങ്ങ് കൊടുത്താൽ മതിയോ? അത് കഴുകണ്ടേ? അതേപോലെ നമ്മളെ ശരീരത്തിൽ വർദ്ധിച്ച് നിൽക്കുന്ന ദോഷങ്ങൾ നമ്മൾ ശുദ്ധി ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്തെങ്കിലും ആ വയറ്റിന് ഇഷ്ടമല്ല എന്തെങ്കിലും ആഹാരം കഴിച്ച് ഇളക്കമായി, അത് ഇളകി പോയതിന് ശേഷമേ നമുക്ക് സ്വസ്ഥത കിട്ടൂ. അതിനാ ശരീരം അതിനെ ഇളകി കളയുന്നത്. ചില വിഷാംശമുള്ള എന്തെങ്കിലും കഴിച്ചാൽ ഛർദ്ദിക്കും. എന്തുകൊണ്ടാണ്? അത് ഛർദ്ദിച്ച് പോയെങ്കിലേ ശരീരത്തിന് അതിനെ രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. അപ്പം അത് സ്വാഭാവികമായിട്ടുള്ള ശുദ്ധിക്രമങ്ങളാണ്. അതിനെ നമ്മൾ മെഡിസിൻ കൊടുത്ത് ഉത്തേജിപ്പിച്ച് കാലാകാലമായി അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ പുറത്ത് കളയിച്ചില്ലെങ്കിൽ ആ രോഗങ്ങൾ അവിടെ കിടന്ന് പല രോഗങ്ങളായി മാറും. മനസ്സിലായി? അതുകൊണ്ട് ഈ ചികിത്സ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ളത് ഈ ശുദ്ധ ചികിത്സയാണ്. ആയുർവേദത്തെയാണ് ആയുർവേദം സിദ്ധത്തിലും അല്ല ഈ പിന്നെ സിദ്ധാന്തമാണ് ഫോളോ ചെയ്യുന്നത്. കോൺ പോലെ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ അമ്മയ്ക്ക് ഉപ്പുറ്റി വേന വന്ന് അതിന് ഗുളിക കഴിച്ച് ആ രോഗം വർദ്ധിച്ച് നാക്കിലെ തൊലി പോയി. പിന്നെ ടെസ്റ്റ് ഓപ്പറേഷന്റെ ഒക്കെ പീരീഡിൽ അതെല്ലാം കുറെയൊക്കെ നോക്കി എടുക്കുകയൊക്കെ ചെയ്ത് അവസാനം ഐസി യൂണിറ്റിൽ കിടന്ന് മരിച്ചു. ആരോഗ്യം ക്രമേണ നശിക്കുകയും ചെയ്യുന്നു, ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യുന്നു, രോഗം വർദ്ധിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സാങ്കേതിക വിദ്യയുള്ള ചികിത്സയ്ക്ക് വിധേയരാകുകയാണെന്നാണ് നമ്മളെ വിചാരം. പക്ഷേ മെഡിസിൻ്റെയും തിയറിറ്റിക്കലായിട്ടുള്ള അപ്രോച്ച് പാളിച്ച വന്നു കഴിഞ്ഞാൽ ഇനി കെട്ടിടവും വലുപ്പവും യന്ത്രവും കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. അവിടെ തിയറിയും മെഡിസിനും ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രയോജനം ചെയ്യത്തുള്ളൂ. മനസ്സിലായി? അതേസമയം ഇതിനകത്ത് ആ തിയറിയും മെഡിസിനും കറക്റ്റ് ആണെങ്കിൽ ആ രോഗം ഇതുപോലെ കുറയുകയും ചെയ്യും, ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. രോഗം ഒരു പോയിന്റിലേക്ക് പോയിട്ട് ഫുൾ ആരോഗ്യം ചില ആമവാദം എന്ന് പറയും, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതിനാണെങ്കിൽ ശരീരം ശുദ്ധി ചെയ്ത് 30 ദിവസം 60 ദിവസം 90 ദിവസം മരുന്ന് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറും. അതേസമയം നമ്മൾ മെഡിസിൻ ലക്ഷണം കുറയാനുള്ള മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേപോലെ അത് കൂടി പിന്നെ വയറ്റിന് അൾസറായി മറ്റ് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചികിത്സ ചെയ്ത് നമ്മൾ ഈ ആദ്യത്തെ ഗ്രാഫിനകത്ത് നമ്മൾ കണ്ടല്ലോ, അതിൽ നമ്മൾ അലോപ്പതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ സയൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് അത് സ്വീകരിച്ച് നമ്മൾ രോഗാവസ്ഥ കൂടി ഇതിൻ്റെ ഏതെങ്കിലും ഒരു മിഡ് സ്റ്റേജിലെങ്ങാനും വന്ന് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു തിരിച്ചറിവിൽ നമ്മൾ ശുദ്ധ ചികിത്സയിലോട്ട് മാറുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഗ്രാഫ് വ്യത്യാസം വരുമോ? വ്യത്യാസം വരും. അതിന് ഉദാഹരണത്തിന് ഒരു മെഡിസിൻ MD ഡോക്ടറാണ്. അദ്ദേഹത്തിന് സോറിയാസിസ് വന്നതിന് ശേഷം സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയി. അപ്പം പേന പോലും പിടിക്കാൻ വയ്യോ, ഒന്നും ഒരു മരുന്ന് കുറിച്ചു കൊടുക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയായി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമ്മ ഇവിടെ വന്ന് ഇതുപോലെ ഈ ആർത്രൈറ്റിസിന് ചികിത്സ സുഖപ്പെടുത്തിയതാണ്. അവർ നേരത്തെ റുമറ്റോളജിസ്റ്റിൻ്റെ ഇടയ്ക്ക് പോയിട്ട് മാറാതിരുന്നതാണ്. അപ്പോൾ അവർക്ക് മാറിയതുകൊണ്ട് അവരുടെ മൂത്തുമ്മയുടെ മകനായതുകൊണ്ട് അവർ വിളിച്ചിവിടെ കൊണ്ടുവന്നു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ കിടന്ന് സിദ്ധ ചികിത്സ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്ത് പുള്ളിയെ സുഖപ്പെടുത്തിയെടുത്തു. അപ്പം പുള്ളിക്കും അത് ബോധ്യമായി. പുള്ളി അതിനെപ്പറ്റി പറയുകയും ചെയ്തു. ക്രോണിക് കേസുകൾക്ക് ഇതാണ് നല്ലത്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ചികിത്സയാണ് നല്ലതെന്ന് എനിക്ക് ബോധ്യമായെന്ന് പുള്ളി പറയുകയും ചെയ്തത്. അപ്പോൾ ഇത് പരസ്പരം ബോധ്യപ്പെടണം. ഡോക്ടർമാർക്കും ബോധ്യം വരണം, രോഗികൾക്കും ബോധ്യം വരണം, സമൂഹത്തിനും ബോധ്യം വരണം. അല്ലെങ്കിൽ ഇതൊരു അവ്യക്ത രൂപത്തിൽ കിടക്കും. അപ്പം ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണകൾ ഈയിടെയായിട്ട് പരത്തുന്നുണ്ട്. മനസ്സിലായല്ലേ? അതായത് ഇത് കാട്ടിയാധികാരം ചികിത്സയാണ്, പിന്നെ ഇതിന് ശാസ്ത്രീയ അടിസ്ഥാനമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. യഥാർത്ഥത്തിൽ രോഗം മാറുമ്പോഴാണ് അതിന് ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടാകുന്നത്. ചികിത്സിച്ച് രോഗി മരിക്കുമ്പോഴുള്ള ചികിത്സയാണോ ശാസ്ത്രീയ അടിസ്ഥാനമുള്ളത്? ചികിത്സിച്ച് രോഗം മാറുമ്പോൾ ഉള്ള ചികിത്സയ്ക്കാണോ ശാസ്ത്രീയ അടിസ്ഥാനം? രോഗമുക്തി വരുത്തുന്ന ശാസ്ത്രത്തിന് ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടാകുന്ന ഏതൊരു മടയനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലൊന്നും ഈ വിഷയത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് ലാബിൽ തെളിയിച്ചത് മാത്രം ശരി, ലാബിൽ തെളിയിച്ചത് നല്ല ശരീരത്തിൽ തെളിയുന്നതാണ് ശരി. നിങ്ങൾക്ക് രോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് മാറി നിങ്ങൾ
10, 20, 30 കൊല്ലം ആരോഗ്യമായിട്ട് ജീവിക്കുമ്പോൾ പിന്നെ എന്ത് തെളിവാണ് പിന്നെ വേണ്ടുന്നത്? പിന്നെന്തിനാ തെളിവ്? ഇതൊക്കെ കോടതിയാണോ? ക്രിമിനൽ കുറ്റമാണോ ചികിത്സ? അതങ്ങനെ കോടതി തെളിയിക്കാനുള്ളതാണ്. അത് ശരീരത്തിൽ തെളിയിക്കണം. അത് തീർച്ചയായും മനസ്സിലും ശരീരത്തിലും തെളിയിക്കുന്നതാണ് തെളിവ്. അല്ലാതെ എവിടെയെങ്കിലും ഒരു കമ്പനിക്കാരൻ ലാബിൽ തെളിയിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും സമൂഹം അംഗീകരിക്കത്തില്ല, ഗവൺമെൻറ്റും അംഗീകരിക്കാൻ പാടില്ല. ഇപ്പം ഇവിടെ ആയുർവേദം എന്ന് പറയുന്നത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. അതായത് ആയുർവേദം ഇപ്പോൾ സാറിൻ്റേത് ഒരു റിസർച്ച് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ പൊതുവിൽ ഒരു ധാരണയുണ്ട് ആയുർവേദം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. എപ്പോഴും റിസർച്ചും ഡെവലപ്മെൻറ്റും നടക്കുന്നത് മറ്റ് ചികിത്സാ രീതികൾക്കാണ്. അപൂർണത ഉള്ളതിനാണ് പൂർണ്ണതയിലേക്ക് പ്രയാണത്തിന് വേണ്ടിയിട്ടാണ് അതിനെ ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് തെറ്റ് തിരുത്തി കൂടുതൽ ശരികളെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇത് ഋഷിമാർ പൂർണ്ണശാസ്ത്രം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനായിട്ട് പരിഷ്കരിക്കേണ്ട കാര്യമില്ല. കാര്യം അത് മെച്ചുവേർഡ് സയൻസാണ്, മറ്റതും ഇമ്മച്ചുറാണ്. ഇമ്മച്ചുറായിട്ടുള്ളതാണ് മെച്ചുർ ആവാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. സയൻസ് പോലെ, അതായത് തിയറി പിന്നെ മോഡിഫൈഡ് തിയറി വരുന്നത്. ഇവിടെയാണെങ്കിൽ ഓൾറെഡി സെറ്റാണ്. അത് നവദ്രവ്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ട് പ്രപഞ്ചത്തിലെ ഉൽപ്പത്തിയും നാശവും ഉണ്ടായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായത്. അത് ഋഷിമാർ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ മോഡേൺ സയൻസിന് പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയോ പിന്നീട് അതിൻ്റെ നാശത്തെ പറ്റിയോ ഒന്നും വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നുമില്ല. അതുകൊണ്ട് ഇത് കാലാതീതമായിട്ട് നിലനിൽക്കുന്ന ഇപ്പം ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചാലും കുറേ കഴിയുമ്പോൾ ആയുർവേദവും അതും ഇതെല്ലാം വീണ്ടും ഉണ്ടാവും. അത് ഋഷിമാർ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ളവരല്ല, അവർ വീണ്ടും ഇതിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഡൊണേറ്റ് ചെയ്ത ശാസ്ത്രമാണിത്. ഇത് ഉപദേശ രൂപത്തിലേ തന്നിട്ടുള്ളൂ. ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം ഒന്നും വെളി പറഞ്ഞിട്ടില്ല. അത് അനുഭവം കൊണ്ട് പഠിച്ചോണം. അപ്പോൾ ഒരു ലാസ്റ്റ് ചോദ്യമാണ്. ഇപ്പോൾ ഡോക്ടർ നമ്മുടെ പൊതുവിലുള്ള ആയുർവേദ ഡോക്ടറും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം അവർ ഒരു പക്ഷേ ആരെയും കുറച്ച് കാണുന്നതല്ല, നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്ത് വന്ന് ചികിത്സയിൽ വരുന്നത്. പക്ഷേ ഡോക്ടർ അതിനപ്പുറത്തേക്ക്, ഡോക്ടറുമായിട്ട് ഇത്ര നേരം സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിച്ചതിൻ്റെ മാത്രം അനുഭവമല്ല, ഡോക്ടറിന് ഇതുപോലെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ആ മഹർഷി പ്രോക്തം എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു അറിവും കൂടെ ജന്മനാ കിട്ടിയിട്ടുണ്ട്. അത് ഒരു സിദ്ധിച്ചിട്ടുള്ള ഒരു ഭിഷഗ്വരനാണെന്നാണ്. എല്ലാ അറിവുകളും നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്നതുണ്ടാവും, നമ്മൾ സ്വയം വർക്ക് ചെയ്ത് ശീലിക്കുന്നുണ്ടാവും. അത് അറിവുകൾ 4 രീതിയിലാണ്. ഒന്ന് ഗുരുമുഖത്തുനിന്ന് അങ്ങനെ അക്കാഡമിക്കായിട്ട് രീതി പഠിക്കുന്നത്, പിന്നെ സ്വയാർജിതമായിട്ടുള്ളത്, സ്വയാർജിതമായിട്ടുള്ളത്, പിന്നെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റു വൈദ്യന്മാരിൽ നിന്നും മറ്റ് പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്നും ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ കാലക്രമേണ ഇങ്ങനെ അറിവിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. അറിവിന് 4 പാദങ്ങളാണ്. നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിക്കുന്നത് കൂടാതെ സുഹൃത്തുക്കളിൽ നിന്ന്, അതുപോലെ തന്നെ സ്വയാർജിതമായിട്ടും പിന്നെ ശാസ്ത്രം നിരന്തരം അഭ്യസിക്കുന്നതുകൊണ്ടും റിസർച്ച് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ കാലക്രമേണ നമ്മളിതിനെ പോഷിപ്പിച്ചു കൊണ്ടുവരണം. എങ്കിലേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ, സമൂഹത്തിനും പ്രയോജനമുള്ളൂ. അല്ലാതെ നിൽക്കുന്നിടത്ത് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ആയുർവേദം നിൽക്കുന്നിടത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അലോപ്പതിയിൽ ഇപ്പോൾ ഒരു കേസ് ചിദംബരത്തിൽ നിന്ന് വന്നതാണ്. ഒരു ബ്രെയിനിൽ ഒരു ട്യൂമർ, അത് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ തമിഴ് പത്രങ്ങളിൽ എന്നെക്കുറിച്ച് വന്നിട്ടുണ്ട്. അവരത് കണ്ട് ഇവിടെ വന്നു. ഞാനത് ട്യൂമർ അങ്ങനെ മാറ്റിയെന്നുള്ള വലിയ പരിചയം എനിക്കില്ല. പക്ഷേ ഇവർ വന്ന സ്ഥിതിക്ക് ഇത് എന്തെങ്കിലും കൊടുത്ത് അവർ രക്ഷപ്പെടുത്തണമല്ലോ എന്നുള്ളത് കരുതി ഞാൻ ശേഖരിച്ച് ഇതിന് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക്. അത് ഇവിടെ കിടത്തി ആ മരുന്നുകൾ സേവിപ്പിച്ച് 40 ദിവസം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലും 40 ദിവസം കൊടുത്തു വിട്ട്. അതിനുശേഷം പിന്നെ MRI ചെയ്ത് നോക്കിയപ്പം ഒരു ഓറഞ്ചിൻ്റെ വലിപ്പം ഉണ്ടായിരുന്ന ഈ ട്യൂമർ ബിനൈൻ ട്യൂമറായിരുന്നു. പക്ഷേ അത് വളർന്നുകൊണ്ടിരുന്നതുകൊണ്ട് കുട്ടിക്ക് നടക്കാൻ വയ്യ, കണ്ണ് തള്ളിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഒരു 10-18 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഈ മെഡിസിൻ കൊടുത്തപ്പോൾ ഇത് ചുരുങ്ങി ഒരു നെല്ലിക്കടത്രയായി. അപ്പോൾ ഇത്രയും ഓറഞ്ചിൻ്റെ വലിപ്പമുള്ള ഒരെണ്ണത്തിന് വളർന്നുകൊണ്ടിരിക്കുന്നതിനെ പോലും സഹിക്കാവുന്ന ബ്രെയിന് ഇത് ഇത്രയും ചുരുങ്ങിയപ്പം പിന്നെ അതിനെ ഉൾക്കൊള്ളുന്നതിനോ അതവിടെ ഇരിക്കുന്നതുകൊണ്ടോ ബ്രെയിനോ ശരീരത്തിനോ ദോഷമില്ല. കാര്യം അതിൻ്റെ ജീവൻ നശിച്ചു, ആ കോശങ്ങളുടെ വളർച്ച നിലച്ചു. പിന്നെ അത് ആ ശരീരത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്നതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല. ആ കുട്ടി ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്ന, പ്രസവിച്ച് കുട്ടികളുമായി. അപ്പോഴും നമുക്ക് മോഡേൺ സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയെന്നും വികസിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിന് പറ്റാത്തൊരു കാര്യം നമ്മൾ ഋഷിശാസ്ത്രം ചെയ്തു നോക്കുമ്പോഴല്ലേ നമുക്കറിയാനൊക്കെ ഏത് എവിടം വരെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ മോഡേൺ സയൻസ് കൈയൊഴിഞ്ഞൊരു കേസാണ്. അപ്പം നമുക്കത് അവർ സമീപിച്ചെങ്കിലല്ലേ നമുക്കത് കൊടുക്കാനും നോക്കും. അപ്പം ഇതിൽ വിശ്വസിച്ച് വരികയും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ മേളിലായി കഴിഞ്ഞു.
അത് എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ആവണമെന്നില്ല. അങ്ങനെ ഓരോരുത്തരും രോഗിയും അതിനുവേണ്ടി സഹകരിക്കുക, ഡോക്ടറും സഹകരിക്കുമ്പോൾ അതിന് ചികിത്സ അവിടെ ഉണ്ടാവുക ചെയ്യുന്നത്. അതാണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ആവശ്യം വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അല്ല നമ്മൾ അത് മുരടിച്ച് നിൽക്കുക, ഇതങ്ങ് വളർന്നു പോയി എന്നൊന്നും പറയുന്നില്ലെന്നും അർത്ഥമില്ല. ചെയ്യുമ്പോഴല്ലേ ഏതാ മെച്ചമൊന്നും തിരിച്ചറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ജനങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണമെന്ന് പറയുന്നത്. അലോപ്പതി പറ്റാത്ത രോഗങ്ങളും ചികിത്സയ്ക്ക് സുഖപ്പെടുത്താൻ ഇതിനകത്തൊക്കെ മാർഗമുണ്ട് എന്ന് പഠിച്ചു വെച്ചെങ്കിലല്ലേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പോൾ വേറൊരു കേസ്, ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് തന്നെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് അതിന് തല വലുതാ, ഹൈഡ്രോസെഫാലസ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്പോഴേ അബോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതൊരു ബാധ്യതയായി തീരും. ഉത്സവ സ്ഥലത്തൊക്കെ വലിയ തലയുള്ള കുട്ടികളെ കൊണ്ടുവന്നിടുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ആയിപ്പോകുമെന്ന് പറഞ്ഞു. അവർ 1-2 ഗൈനക്കോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ശരി, അത് തന്നെ ചെയ്യുന്നത് നല്ലതെന്ന്. പക്ഷേ ഇവർക്ക് ആദ്യം കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ചികിത്സയില്ല, പിന്നെ കുട്ടിയായത്. രണ്ടാമത്തെ കുട്ടിക്കാണ് ഈ വിഷയം വന്നേക്കുന്നത്. അപ്പോൾ അവരൊന്ന് പറഞ്ഞ് ഞാൻ കാര്യം അബോർട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ല ഡോക്ടറുടെ ചികിത്സയിലല്ലേ ആദ്യത്തെ കുട്ടി ഉണ്ടായത്, ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കൊടുക്കുക, അതുകൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടില്ല, ഞങ്ങൾ സഹിച്ചു. അപ്പോൾ ഞാൻ കരുതി അവർക്ക് അത്രയും താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനാരുടെയും തലയൊന്നും ചെറുതാക്കി കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു ഭ്രൂണത്തിന് വായുവാണ് അതിനെ ഇല്ല ബലൂണൊക്കെ ഊതി വീർപ്പിക്കുന്ന പോലെ ഈ വായുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഓരോ അവയവങ്ങൾ വേർതിരിഞ്ഞ് അതിൻ്റെ പുഷ്ടി, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ പ്രപ്പോർഷനൊക്കെ കറക്റ്റാക്കുന്നത് വാദമാവും. അപ്പോൾ ആ വാദത്തിന് നിയന്ത്രിക്കാനുള്ള ചില ഔഷധങ്ങൾ കൊടുത്തു നോക്കാം, ഫലം കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് കരുതി കൊടുത്തു കഴിഞ്ഞ് പിന്നെ പ്രസവിക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് അതിനെ പ്രസവിച്ചെന്നുള്ള കാര്യം. അതിനെപ്പറ്റി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പം തലയൊക്കെ നോർമലായിരിക്കുന്നു. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല. കുട്ടി ജനിച്ചപ്പോൾ അതിന് 10-12 വയസ്സുമായി. അപ്പോൾ അതിനെ അബോർട്ട് ചെയ്താൽ കളഞ്ഞിരുന്നത്. അപ്പോൾ സ്കാൻ ചെയ്ത് ചെയ്യുന്നതാണോ ആക്യുറേറ്റ്, സ്കാനിങ് ഒന്നുമില്ലാതെ ഊഹത്തിൽ മരുന്ന് കൊടുക്കുന്നതാണോ ആക്യുറേറ്റ്? അവിടെ സ്കാൻ ചെയ്തത് കൊണ്ടല്ലേ ഈ കുട്ടിയുടെ തല വളർച്ച ഉണ്ടെന്ന് അറിഞ്ഞതും ഡോക്ടറെ അടുത്ത് ആ ചികിത്സയ്ക്ക് വരാൻ പറ്റിയത്. പക്ഷെ അതങ്ങ് അബോർട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിലോ? അവിടെയാണ് അവരുടെ ഭാഗ്യം. അപ്പം ആരാ നിശ്ചയിച്ചത്? രോഗിക്കും കൂടെ ഇത് നിശ്ചയിക്കാനുള്ള ഒരു വിൽ പവർ വേണം. എന്ത് വന്നാലും സഹിച്ച് നമുക്ക് ഈ ഒരു സിസ്റ്റം കൂടെ പരീക്ഷിച്ച് നോക്കാം എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ ഗ്രാജുവലി ഇതിന് ആ തല വളർച്ച കുറഞ്ഞു വരുന്നുണ്ടായിരുന്നതാണ്. ഇത് ഈ ഗർഭാവസ്ഥയിൽ ഓരോ അവയവങ്ങളുടെയും വളർച്ചയ്ക്ക് ഓരോ പ്രപ്പോർഷൻ ഉണ്ട്, അതിനൊരു കണക്കുണ്ട്. ചിലത് കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും. പക്ഷെ അതിനെ വരെ നിയന്ത്രിക്കാൻ ഇതിനകത്ത് ഔഷധങ്ങളുണ്ടെന്ന് എനിക്ക് അന്നേരം അനുഭവം കൊണ്ട് തെളിയുന്നത്, എനിക്ക് തന്നെ തെളിയുന്നത്. അപ്പോൾ അത് രോഗി വന്നെങ്കിലല്ലേ നമുക്ക് ചെയ്തത് കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പം ചികിത്സ ഉണ്ടാക്കുന്നത് അത് ആവശ്യക്കാരനാണ്, അല്ലാതെ ഇത് മുരടിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ചെയ്തു നോക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ചൊട്ടിയിരിക്കുന്ന ഒരു ബലൂൺ എടുത്തിട്ട് അത് പിന്നെ ചൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഊതി നോക്കുമ്പോഴല്ലേ അത് വലുതാവുന്നത്. അതുപോലെ ഓടക്കുഴലെടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് പാട്ടൊന്നും വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം അറിയാവുന്ന ഊതുമ്പോഴല്ലേ അത് സംഗീതം വരുന്നത്. അതുകൊണ്ട് അതിന് വളർച്ച ഇല്ല എന്നാ മുരടിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. ശാസ്ത്രം പൂർണ്ണമായിട്ട് ഋഷിമാർ തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ഉള്ള വിശ്വാസവും വിൽ പവറും ഒക്കെ രോഗികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എങ്കിലേ അതൊക്കെ വെളിച്ചത്ത് വരുത്തുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉറങ്ങിയ അവസ്ഥയിലിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വലിയ ഉപകാരം ഡോക്ടർ. താങ്ക് യു.